സൂറത്ത് യൂസുഫിലെ ഈ 96-ാമത്തെ ആയത്തിന്റെ ഒരു പ്രത്യേകത, നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു മുദ്രാവാക്യം ഉണ്ടാകുമെങ്കിൽ ആ ഒരു മുദ്രാവാക്യം എന്തായിരിക്കണം എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ഒരു ഒരു മുദ്രാവാക്യം അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരു സ്ട്രാപ്പ് ലൈൻ ഉണ്ടാവും അല്ലെ? ഒരു 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 ഓർഗനൈസേഷൻ ഒരു വിഷൻ ഉണ്ടാവും. അവർക്ക് ആ വിഷൻ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഉണ്ടാവും. ആ മുദ്രാവാക്യം ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാഖൂബ് അലൈഹി സ്വലാം പറഞ്ഞു, അലം അഖുൽ ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലയോ, ഇന്നി അഅലമു, തീർച്ചയായിട്ടും എനിക്കറിയാം, മിനല്ലാഹി, അള്ളാഹുവിങ്കൽ നിന്ന്, മാലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത ഒരു സംഗതി അള്ളാഹുവിൽ നിന്ന് എനിക്കറിയാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലയോ. അതാണ് ആ മുദ്രാവാക്യം, ഞാൻ പറഞ്ഞ മുദ്രാവാക്യം. അള്ളാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്കറിയാത്ത ഒരു സംഗതി എനിക്കറിയാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലയോ. ഇറ്റ്സ് എ പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ്സ് എ റിമാർക്കബിൾ സ്റ്റേറ്റ്മെന്റ്. ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമുൻ എന്ന ഒരൊറ്റ വാചകം നമ്മൾ ഇന്റേണലൈസ് ചെയ്താൽ നമ്മുടെ ജീവിതം ഇഹലോകത്ത് വളരെ മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വാട്ട് എവർ മേ ബി ദി സിറ്റുവേഷൻ വി ആർ ഇൻ, നമ്മൾ ജീവിതത്തിൽ ഏത് സിറ്റുവേഷനിലാകട്ടെ, മേ ബി ഇൻ വെൽത്ത്, മേ ബി ഇൻ പോവർട്ടി, മേ ബി സഫറിങ്, മേ ബി എൻജോയിങ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് അള്ളാഹ്, എങ്ങനെ ആയാലും, നമ്മൾ ഒറ്റപ്പെട്ട ഒരാളാവട്ടെ, കൂട്ടുകാരും ഒരുപാട് ആളുകളുള്ള ആളാവട്ടെ, സന്തോഷത്തിലാവട്ടെ, സങ്കടത്തിലാവട്ടെ, വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു മുദ്രാവാക്യമാണ് ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. യാക്കൂബ് അലൈഹി സ്വലാം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴത് ഓർക്കുന്നുണ്ടോ? തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ് ഹത്താ തകൂന ഹറലൻ ഔ തകൂന മിനൽ ഹാലിക്കീൻ. ഇപ്പോഴും യൂസുഫിനെ ഓർക്കുകയാണോ? താങ്കൾ നശിച്ചു പോകില്ലേ, മരിച്ചു പോകില്ല എന്ന് പറഞ്ഞപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞ എന്താ? കാല ഇന്നമാ അഷ്കു ബസ്സി വ ഹുസ്നി ഇലല്ലാഹ്, ഞാൻ എന്റെ പരാതികളും പരിദേവനങ്ങളും അള്ളാഹിനോട് മാത്രമേ പറയുള്ളൂ. വാ അലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, എനിക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് എനിക്ക് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നാര് പറഞ്ഞിട്ടുണ്ട്? യാക്കൂബ് നബി. അതിനെ ഓർമ്മിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത്, അലം അഖുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ, ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നിട്ടില്ലേ, ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ, യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞതിനേക്കാളും പ്രധാനം എന്ത് അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അതായത് യാക്കൂബ് നബി അലൈഹി സ്വലാം ഇപ്പോ ഹി ഈസ് ഒഫീഷ്യലി ദ ഫാദർ ഓഫ് ദ കിങ് അല്ല, രാജാവിന്റെ ഫാദർ ആയിട്ട് മാറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഹീസ് ദ മോസ്റ്റ് പവർഫുൾ മാൻ നൗ. ആ ഫാദറിന്റെ പ്രത്യേകത എന്താ? ആ ഫാദർ എന്ത് പറഞ്ഞോ അത് രാജാവ് ചെയ്യും. അങ്ങനത്തെ ഒരു പൊസിഷനിലായിരിക്കുമ്പോ ഇപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാം എന്താണ് പറയാത്തത്? പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു എന്ത്? അലം അഖുല്ലക്കും, എന്ത്? വല്ലാഹുൽ മുസ്തആൻ വലാ മാ തസിഫൂൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. ഇപ്പൊ ഇവിടെ യാക്കൂബ് നബി അലൈഹി സ്വലാം മുമ്പ് പറഞ്ഞൊരു വാചകം ഉദ്ധരിച്ചിട്ടാണ് പറഞ്ഞെങ്കിൽ അതേപോലെ പറയാമായിരുന്നു, നിങ്ങൾ ഈ പറയുന്ന കെട്ടുകഥകൾക്കൊക്കെ എന്നെ അള്ളാഹു സഹായിക്കാനുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എന്ന് പറയാമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അലം അഖുലക്കും ഇഫ്തറൈത്തും ഗളബ്തും അലയ്യ, നിങ്ങൾ എന്തൊക്കെയാണ് കെട്ടിച്ചമച്ചത്, നിങ്ങൾ എന്തൊക്കെ കെട്ടുകഥകളാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ എന്നോട് എത്ര കോപിച്ചു എന്നൊക്കെ അദ്ദേഹത്തിന് പറയാം. കമദ്ദബ്തുമൂനി സനവാത്തിൻ തവീല, നിങ്ങൾ എന്നെ എത്രയോ നീണ്ട വർഷങ്ങൾ എന്നെ ശിക്ഷിച്ചു എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. ബിഅ്സമാ ഫഅൽതും ഫആറുൻ അലൈക്കും, ഇതൊക്കെ തഫ്സീറുകളിൽ വന്നാണ്. ബിഅ്സമാ ഫഅൽതുമൂഹു, നിങ്ങൾ പ്രവർത്തിച്ച എത്ര മോശം സംഗതിയാണ്. ആറുൻ അലൈക്കും, നിങ്ങൾക്ക് അപമാനം. ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്ത് അവരെ ലജ്ജാവിവശരാക്കി, അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, എന്ന് മാത്രമല്ല അവർക്ക് ഓരോരുത്തർക്കും വേണ്ട ഓരോ കിണറുണ്ടാക്കിയിട്ട് അവരെയൊക്കെ ആ കിണറിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ കൊണ്ടുപോയിട്ട് അടച്ചിടാൻ പറ്റുന്ന, അങ്ങനെ ശിക്ഷിക്കാവുന്ന, പ്രതികാരം ചെയ്യാവുന്ന ഒരുപാട് ഒക്കേഷൻ ഉണ്ടായിരിക്കെ അതൊന്നും പറയാതെ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? അലം അഖുല്ലക്കും, വളരെ സമാധാനത്തോടുകൂടി ശാന്തതയോടുകൂടി അദ്ദേഹത്തിന്റെ പോസ്ചർ കീപ്പ് ചെയ്തിട്ട്, ആ നൊബിലിറ്റി, ആ എലഗൻസ്,
ആ മാന്യതയും കുലീനതയും അത് പാലിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ട്, അലം അഖുല്ലക്കും ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. സോ വാട്ട് കൈൻഡ് ഓഫ് എ ഫാദർ ഹി ഈസ്, അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എങ്ങനത്തെ ഒരു പിതാവായിരുന്നു യാക്കൂബ് നബി അലൈഹി സ്വലാം. അവരെ മുഴുവൻ ആക്ഷേപിക്കാവുന്ന, അധിക്ഷേപിക്കാവുന്ന, അവരെ കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കെ ഒരു പിതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹം ചെയ്തത് എന്താ? ഒരു ഫാദർലി ഫിഗർ എന്നുള്ള നിലക്ക് അദ്ദേഹം ചെയ്തത് ആ മക്കളെ അള്ളാഹുവുമായിട്ട് അടുപ്പിക്കാൻ പറ്റുന്ന, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ പറ്റുന്ന ഒരവസരമായിട്ട് അദ്ദേഹം അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഫാദേഴ്സ്, ഇപ്പൊ പിതാക്കന്മാർ ഈ കൂട്ടത്തിലുണ്ടല്ലോ, മദേഴ്സ് ഈ കൂട്ടത്തിലുണ്ട്, അവർക്കൊക്കെ ഉള്ളൊരു പാഠമാണത്. എന്താണ്? മക്കള് തെറ്റ് ചെയ്യും, മക്കള് പിന്നെ ഒരുപാട് നമ്മൾ ഉപദ്രവിച്ചേക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന്റെ അപ്പുറത്തേക്കൊക്കെ അവർ പോയേക്കാം. പക്ഷെ അവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അന്നേരം പ്രതികരിക്കാനോ പ്രതികാരം വീട്ടാനോ ആക്ഷേപിക്കാനോ മുതിരുന്നതിന് പകരം അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കുന്ന ഒരു സംസാരവും ഒരു ശൈലിയും അതിനു പറ്റുന്ന ഒരു സംഭാഷണവുമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന ഏറ്റവും സുപ്രധാനമായ പാഠം എല്ലാ പിതാക്കന്മാർക്കും അള്ളാഹു ഇതിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ മാതൃകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്തായിരുന്നു? ദുർരിയത്തി, അല്ലെ, എന്റെ മക്കളുടെ മക്കൾ, അല്ലെ, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും മുസ്ലിങ്ങളായത്, അല്ലെ. മിൻ ഖബ്ലു ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, നിങ്ങളൊക്കെ മുസ്ലിങ്ങൾ എന്നുള്ള പേര് വിളിച്ചത് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്തുൽ ഹജ്ജില്. അപ്പോ നമ്മളെ സംബന്ധിച്ച്, അപ്പോ ഈ യാക്കൂബ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മക്കൾ, പ്രത്യേകിച്ച് തന്നെ ഇത്രയധികം ഒരു 40 വർഷം ബുദ്ധിമുട്ടിച്ച ആ ഒരു പ്രയാസം സഹിച്ച സന്ദർഭത്തിൽ ആ പ്രയാസങ്ങളൊക്കെ മറന്നിട്ട്, എല്ലാം മറന്നിട്ട് അവരോട് പറയുന്ന ഒരേ ഒരു വാചകം, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിനെ കുറിച്ച് എനിക്കറിയുന്നത് പോലെ നിങ്ങൾക്കും അറിയാൻ സാധിക്കുമാറ് നിങ്ങൾ അവനോട് പശ്ചാത്തപിച്ച് മടങ്ങണം എന്ന ഏറ്റവും സുപ്രധാനമായ പാഠമാണ്. അത് നമ്മൾ ഒരു 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 മുസ്ലിം എന്നുള്ള നിലക്ക്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സഹായിക്കേണ്ടതും അതിനാണ്. മനസ്സിലായോ? അപ്പോ ഹി ഈസ് ഗ്രേറ്റ്ഫുൾ ടു അള്ളാഹ് ഫോർ ദ റിലീഫ്. തനിക്ക് കൊണ്ടുവന്ന ആ ഒരു, അള്ളാഹു സുബ്ഹാനഹു തആല തനിക്ക് കൊണ്ടുവന്ന ആ ആശ്വാസം, അതിനോട് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നത് എങ്ങനെയാ? മക്കളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചിട്ടാണ്. അപ്പോ ഇറ്റ് ഈസ് ഹ്യൂമൻ. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരുപാട് ദുഃഖം സഹിച്ച ആളാണ് ആര്? യാക്കൂബ് നബി അലൈഹി സ്വലാം. മനുഷ്യൻ എന്നുള്ള നിലക്ക് ആ ദുഃഖത്തിന്റെ കാഠിന്യത്താൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ആളാണ് അദ്ദേഹം. കലീം, ഒരുപാട് വിഴുങ്ങിയിട്ടുണ്ട്, ആ ദുഃഖത്തിന്റെ സങ്കടങ്ങൾ ഒരുപാട് വിഴുങ്ങിയിട്ടുണ്ട്. പക്ഷെ ദ മൊമെന്റ് ഹി ഗോട്ട് റിലീഫ്, ആശ്വാസത്തിന്റെ ഒന്നാമത്തെ തെളിനീര് വന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് തോന്നുകയാണ്, നൗ ഐ ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു ചേഞ്ച് ദെയർ ലൈഫ് ഇൻ ഫ്രണ്ട് ഓഫ് അള്ളാഹ്. എന്റെ മുമ്പിൽ അവര് മാപ്പ് അപേക്ഷിക്കണം, എന്റെ മുന്നിൽ അവര് അപേക്ഷിക്കണം എന്നതിനേക്കാളും എനിക്ക് പ്രധാനം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ പിന്നെ കുറ്റങ്ങളില്ലാതെ, പാപങ്ങളില്ലാതെ അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരവസ്ഥയിൽ അവരാക്കി മാറ്റണം എന്ന വളരെ വലിയ ദീർഘവീക്ഷണവും വളരെ വിശാലമായ ഒരു മനസ്സിന്റെ ഉടമയുമായിട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാം മാറുകയാണ്. ദാറ്റ്സ് ദ റിമാർക്കബിൾ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ അങ്ങേയറ്റമാണത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു പിന്നെ നിങ്ങൾക്ക് അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടരുത്. നേരത്തെ അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണല്ലോ. മക്കളോട് നമ്മൾ നോക്കൂ, ഈ മക്കളോട് അദ്ദേഹം പറയുന്ന ഓരോ വാചകവും ആ അർത്ഥത്തിലൂടെ വന്ന്, യാ ബുനയ്യ ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ് വലാ തൈഅസ് മിൻ റൗഹില്ലാ. മക്കളെ, നിങ്ങൾ പോയിട്ട് യൂസുഫിനെ അന്വേഷിക്കൂ. യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ ആശ്വാസം, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ആശ്വാസത്തിൽ നിങ്ങൾ നിരാശരാകരുത്. ഇന്നഹു ലാ യയഅസ് മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിഷേധികൾക്ക് മാത്രമേ അങ്ങനെ നിരാശ ഉണ്ടാവുള്ളൂ. അപ്പം ഈ മക്കളെ അള്ളാഹുവിലുള്ള പ്രതീക്ഷ അവരിൽ വളർത്തി
ഇടാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. പക്ഷെ അതൊന്നും കേൾക്കാതെ മക്കൾ അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അവസാനം അള്ളാഹു തന്നെ ആ ആശ്വാസം കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോഴും ആ മക്കളോടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് മാറിയിട്ടില്ല. മനസ്സിലായോ? മക്കളോടുള്ള സ്റ്റാൻഡ് മാറി. അതായത് നേരത്തെ ആ ഇന്നി ആലമു മിനല്ലാഹി മാലാ തഅലമുൻ എന്ന് ആദ്യം പറയുമ്പോഴുള്ള മക്കളുടെ അവസ്ഥ എന്താ? മക്കള് ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്താണ്. തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ് എന്ന് ചോദിച്ചിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയണ എന്താ? വ അലം മിനല്ലാഹി മാലാ. ഇപ്പോ ഈ മക്കള് കുറ്റം മനസ്സിലാക്കി തന്റെ മുമ്പിൽ യാചിച്ച് ക്ഷമയ്ക്ക് വേണ്ടി യാചിച്ച് നിൽക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് എന്താ? ഇന്നി അലമു മിനല്ലാഹി മാലാ തഅലമുൻ. സോ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എപ്പോഴും ക്ലിയർ ആണ്. അപ്പോ ഒരു വൈകാരികമായ സന്ദർഭത്തിലും നമ്മുടെ ദുഃഖത്തെയും നമ്മുടെ കോപത്തെയും നമ്മുടെ പെട്ടെന്നുള്ള ഇമ്പൾസുകളെയും ഒക്കെ അടക്കി നിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ മുൻനിർത്തി മക്കളെയും നമ്മളോട് ബന്ധപ്പെടുന്ന ആളുകളെയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനും അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാനും സാധിക്കുന്ന രൂപത്തിൽ നമുക്ക് പിന്നെ അങ്ങനെ ഒരു മാതൃകയാണ് വാസ്തവത്തിൽ ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയില് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള നോളജ് നിങ്ങൾക്കും ആ നോളജ് കിട്ടണം. അള്ളാഹുവിനെ കുറിച്ചുള്ള എൻ്റെ അറിവ്, എനിക്കുള്ള ബോധം, ആ ബോധ്യം അത് നിങ്ങൾക്കും ഉണ്ടാകണം എന്ന ഒരു പ്രൊഫൗണ്ട് മൊമെന്റില് അദ്ദേഹം അവരോട് എന്നോട് നിങ്ങൾ മാപ്പപേക്ഷിക്കണം എന്ന് പോലും പറയാതെ അള്ളാഹുവിനോട് കേണപേക്ഷിക്കണം എന്ന അർത്ഥത്തിൽ അവരുടെ പാത അദ്ദേഹം സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുകയാണ് എന്നുള്ളതാണ്. ഒരു മുസ്ലിം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ മറ്റൊരു മുസ്ലിമിനോട് കാണിക്കേണ്ട ഒരു സംഗതി അതാണ്. നമ്മളോട് തെറ്റ് ചെയ്ത ആളുകൾ ഉണ്ടാകാം, നമ്മളോട് അപരാധം ചെയ്ത ആളുകൾ ഉണ്ടാകാം. ആ അപരാധങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു ഘട്ടത്തിൽ അവരെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ അവഹേളിക്കാനോ മുതിരാതെ ആ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരോട് പറയാൻ നമുക്ക് പറ്റണം, ഓക്കെ, നിങ്ങൾ ചെയ്തത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. കാരണം അവിടെയാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അള്ളാഹുവിനെ യഥാർത്ഥ നിഷ്കളങ്കമായ ഒരു മനസ്സുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കണം. അപ്പൊ പരസ്പരം തൗബ ഉപദേശിക്കുന്ന, അല്ലെ, വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബർ എന്ന് പറയുന്നത്, സത്യം ഉപദേശിക്കുന്ന ഒരു അവസ്ഥയിൽ എന്ന് പറയാം. അപ്പൊ ദിസ് ഈസ് ദ ഗ്രാൻഡ്നെസ് ഓഫ് യാക്കൂബ് അലൈഹി ഇസ്ലാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തമായ ഒരു വ്യക്തിത്വത്തിന്റെ ആ പ്രഭാവമാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ വിരോധങ്ങളും ഗ്രഡ്ജും ഒക്കെ മാറ്റിവെച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ പിതാക്കന്മാർക്കും ഒരു മാതൃകയായിക്കൊണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു സീനാണ് നമുക്ക് ആ ഒരൊറ്റ വാചകത്തിലൂടെ കാണുക. അതായത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ആന്തം, അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം, അദ്ദേഹത്തിന്റെ ഒരു മനുഷ്യനൊരു ദേശീയ ഗാനം ഉണ്ടെങ്കിൽ ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാമിക്ക് ഒരു ദേശീയ ഗാനം ഉണ്ടെങ്കിൽ അതെന്താണ്? അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. അള്ളാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. ഈ പറഞ്ഞ വാചകം, അത് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. എന്താണ് മക്കളോട് അത് പറയാനുള്ള കാരണം, അദ്ദേഹം അത് എന്തുകൊണ്ടാണ്? അതായത് ഇനി അതിനെക്കുറിച്ചൊരു നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ അതിന്റെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് എങ്ങനെ ഇന്റേണലൈസ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. അതായത് ഈ ഷർട്ടാണല്ലോ ഇപ്പൊ കൊണ്ടുവന്നേക്കണം, അല്ലെ? ഷർട്ടാണല്ലോ വന്നിട്ടുള്ളത്. ഷർട്ട് യൂസുഫ് ആണോ? അല്ല, അല്ല, ഷർട്ട് ഉള്ളത്. ഷർട്ട് എന്താണ്? യൂസുഫ് അലൈഹി ഇസ്ലാമയെ കാണാൻ പറ്റും എന്ന ഒരു സന്തോഷ വാർത്തയാണ്, അല്ലെ? സന്തോഷ വാർത്തയാണ്. അതൊരു സൈനാണ് ദാറ്റ് യൂസുഫ് ഐ എം ഗോയിങ് ടു മീറ്റ് യൂസുഫ്. ഇനി യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയ്ക്ക് ഇപ്പോഴുണ്ടായ ഒരു സന്തോഷം എന്താ? യൂസുഫ് അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുന്നു എന്ന ഒരു സന്തോഷ വാർത്ത അള്ളാഹു അറിയിച്ചു. ഇനി യൂസുഫ് അലൈഹി ഇസ്ലാമെ മീറ്റ് ചെയ്യാൻ ഞാൻ ഈജിപ്തിലേക്ക് പോകുകയാണ് എന്ന ഒരു അവസ്ഥയിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ആയപ്പോ അദ്ദേഹത്തിന് അമിതമായിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ഒരു സന്തോഷവും ഒരു ആഹ്ലാദവും. ഇനി യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഈജിപ്തിലേക്കുള്ള വഴിയിൽ മരിക്കുകയാണെന്ന് വിചാരിക്കാം. സങ്കല്പിക്കുക, ഗസ്. അദ്ദേഹം സന്തോഷത്തോടെയല്ല മരിക്കുക. he will completely happy, he will die completely happy. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് എങ്ങനെയാ? അദ്ദേഹം വഴിയിലാണ് മരിച്ചത്. യൂസുഫ് അലൈഹി ഇസ്ലാമെ കണ്ടിട്ടില്ല, കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. 30 വർഷം എടങ്ങേറായിട്ട് ജീവിച്ച് അദ്ദേഹം മരിച്ചു, സങ്കടത്തോടു കൂടി മരിച്ചു എന്നാണ് പുറത്തു നിന്നുള്ള ഒരാൾ തോന്നുക. പക്ഷെ he found the actual joy, he is finding comfort in the news of the joy. അല്ല, തനിക്ക് സന്തോഷം ലഭിക്കുന്നു എന്ന വാർത്ത കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം എന്താണ്? ആ സന്തോഷം അനുഭവിക്കുകയാണ്.
ഇനി ഞാനത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എങ്ങനെ വരുന്നത് ഒരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് ഒരു ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. അയാളുടെ കയ്യിൽ ഒന്നുമില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അയാൾ ഭിക്ഷയാചിച്ചിട്ടാണ് ജീവിക്കണം. അങ്ങനെ ഇരിക്കാല് അയാൾക്ക് ഒരു കത്ത് കിട്ടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. എന്താണെന്നറിയോ കത്തിൽ പറയുന്ന? നമുക്ക് നൈജീരിയ എന്ന് പറയുന്ന ഇമെയിൽ അല്ല കേട്ടാ. ഈ നൈജീരിയ എന്നൊക്കെ നമുക്ക് ഇമെയിൽ വരാറില്ല. എന്റെ പിന്നെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് 5 മില്യന്റെ ഉടമസ്ഥനാക്കിയിട്ട് നിങ്ങളെ മാറ്റാന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ചോദിച്ചിട്ട് ഒരു ഇമെയിൽ വരും. അങ്ങനത്തെ ഇമെയിൽ അല്ല ഇത്. ഒറിജിനലി ആ ഗവൺമെന്റ് എന്നൊരു ഇമെയിൽ അദ്ദേഹത്തിന് ലഭിച്ചു. അതെന്താന്ന് വെച്ചാല്, നിങ്ങളുടെ ഒരു റിലേറ്റീവ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ റിലേറ്റീവിന് ഒരുപാട് സ്വത്തുണ്ട്, മില്യൺ കണക്കിന് ഡോളറിന്റെ സ്വത്തുണ്ട്. ഒരു മാസം കഴിഞ്ഞാല് നിയമപരമായിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന ഒരു വാർത്ത ഔദ്യോഗികമായ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ഒരു മുദ്രപത്രത്തിൽ ഒപ്പുവെച്ച ഒരു കത്ത് ഒരാൾക്ക് കിട്ടി. ഈ ബാങ്ക്രപ്റ്റ് ആയിട്ട മനുഷ്യൻ, അയാൾ ഒരു യാചകനാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് മറ്റുള്ളവരുമായിട്ട് തല്ലുകൂടി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഈ ഒരു മാസത്തെ അയാളുടെ ജീവിതം എങ്ങനെയായിരിക്കും? അതുവരെ ഉണ്ടായിരുന്ന അയാള് അപ്പോഴും അത് കിട്ടുന്നത് വരെ ആ ഒരു മാസം എന്തായിരിക്കും? മറ്റുള്ളവരുമായിട്ട് തല്ലുകൂടിയ ജീവിക്കുക, അല്ലെ? പക്ഷെ ആ തല്ലുകൂടുമ്പോഴും അയാൾക്ക് കിട്ടുന്ന ഏതോ ഒരു ചെറിയ ഭക്ഷണം, ഒരു റൊട്ടിയുടെ ഒരു കഷ്ണം കിട്ടുമ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയാണ് അയാൾ കഴിക്കുക. അപ്പൊ ആളുകളൊക്കെ ചോദിക്കും, നിനക്ക് എന്താണ് ഇത്ര സന്തോഷം? ഞങ്ങളൊക്കെ വളരെ ദുഃഖത്തോടു കൂടി ഇരിക്കുമ്പോൾ. അപ്പൊ അയാൾ പറയണം, എനിക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം, അല്ലെ? നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. എന്താണ് എനിക്കറിയുന്നത്? ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു വലിയ കോടീശ്വരനാകാൻ പോകുന്നു. ആ ഒരു മാസം ഹി വിൽ ബി സോ ഹാപ്പി. ഹി വിൽ ബി സോ ഹാപ്പി ബിക്കോസ് ദാറ്റ് റിലീഫ് ഈസ് ഗോയിങ് ടു കം, അല്ലെ? സന്തോഷം, ആശ്വാസം വരാൻ പോകുന്നു എന്ന വാർത്ത തന്നെ അയാൾക്ക് എന്താണ്? സന്തോഷമാണ്. നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഷർട്ട് കിട്ടിയിട്ടുണ്ട്. റീഹ യൂസുഫ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതെന്തെന്നാ? സ്വർഗം. സ്വർഗം എന്ന് പറയുന്ന വാഗ്ദാനം, മഗ്ഫിറത്ത്, അള്ളാഹുവിന്റെ പാപമോചനം, അള്ളാഹുവിന്റെ സ്വർഗം, അത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത ഒരു മുദ്രപത്രത്തിൽ എഴുതി അള്ളാഹു ഒപ്പിട്ട് തന്നിട്ടുണ്ട് നമുക്ക് ഖുർആനിലൂടെ. അപ്പൊ ഈ ഭൂമിയില് നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് കഷ്ടപ്പാടുണ്ടാവും, നമുക്ക് പ്രയാസം ഉണ്ടാവും, നമുക്ക് മാരേജിൽ പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും, മക്കളിൽ നിന്ന് പ്രശ്നം ഉണ്ടാവും, ബാപ്പായിൽ നിന്ന് പ്രശ്നം ഉണ്ടാവും, ഇസ്രായേലിൽ നിന്ന് പ്രശ്നം ഉണ്ടാവും, നരേന്ദ്രമോദിയിൽ നിന്ന് പ്രശ്നം ഉണ്ടാവും, ബുൾഡോസറിന്റെ പ്രശ്നം ഉണ്ടാവും, നമുക്ക് പിന്നെ നമ്മുടെ വഖഫ് സ്വത്ത് കട്ടെടുക്കും, നമ്മളെ തീവ്രവാദി എന്ന് വിളിക്കും, ഇസ്ലാമോഫോബിയയുടെ പ്രശ്നം ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ നടുവിലും നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ? നമ്മുടെ അടുത്തൊരു ഷർട്ട് ഉണ്ട്. ഇന്നീല അജിദു റീഹ യൂസുഫ്, ഇന്നീല അജിദു റീഹൽ ജന്ന, ഇന്നീല അജിദു റീഹൽ മഗ്ഫിറ. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമുക്കൊക്കെ സ്വർഗത്തിന്റെ സുഗന്ധം ഞങ്ങൾ അനുഭവിക്കുന്നു, മഗ്ഫിറത്തിന്റെ സുഗന്ധം ഞങ്ങൾ അനുഭവിക്കുന്നു. വാട്ട് എവർ ഹാപ്പൻസ് ടു അസ്, വി ഡോണ്ട് കെയർ. നമുക്ക് പ്രശ്നമില്ല. നമുക്കൊരു ഷർട്ട് അള്ളാഹു അയച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ ഈസ് ലൈക്ക് എ ഷർട്ട് ഫ്രം അല്ലാഹ്. ഫലസ്തീനികളെ അനുഭവിക്കുന്നത് അല്ലേ? ആ ഒരു സന്തോഷമാണ് ഫലസ്തീനികൾ അനുഭവിക്കുന്നത്. ഹസ്ബുനല്ലാ എന്ന് അവർ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവാത്ത അതുകൊണ്ടാണ്. കാരണം നമ്മൾ ഇതിനെ അങ്ങനെ കണ്ടിട്ടില്ല. നമുക്കിപ്പോഴും സംശയമാണ്, അല്ലേ? നമുക്ക് സംശയമില്ലേ? നമുക്ക് സ്വർഗത്തെ കുറിച്ച് സംശയം ഉണ്ടല്ലോ. അത് ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇതൊക്കെ പ്രയാസമായിട്ട് തോന്നണ. നമുക്ക് ചിലതൊക്കെ പ്രയാസമായിട്ട്, ചെറിയൊരു ബുദ്ധിമുട്ട്, ഒരു ട്രാഫിക് വരുമ്പോഴേക്കും നമുക്ക് പ്രശ്നമാണ്. ഒരു ഇത്തിരി ചൂട് കൂടുമ്പോഴേക്കും നമുക്ക് പ്രശ്നമാണ്. ഇത്തിരി തണുപ്പ് കൂടിയാലും നമുക്ക് പ്രശ്നമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാരേജ് മര്യാദക്ക് നടക്കുന്ന വർക്കൗട്ട് ആവുന്നില്ല, അപ്പൊ നമുക്ക് പ്രശ്നമാണ്. കുട്ടികൾ ഇത്തിരി അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് പ്രശ്നമാണ്. ഒരു ചെറിയ അസുഖം വരുമ്പോഴേക്കും നമുക്ക് പ്രശ്നമാണ്. എന്തുകൊണ്ടാ? ഇന്നീല അജിദു റീഹ യൂസുഫ് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ, ഇന്നീല അജിദു റീഹൽ ജന്ന എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളായിട്ടില്ല. അതാണ് പ്രശ്നം. ഈ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ, ഇന്നീ അലമു മിനല്ലാഹി മാലാ തഅലമൂൻ, അള്ളാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്ന ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ, നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും, നമ്മൾ ഒരു നമസ്കാരം നമസ്കരിക്കുമ്പോൾ, ഒരു നോമ്പെടുക്കുമ്പോൾ, ഒരു ഉംറ ചെയ്യുമ്പോൾ, ഒരു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സമ്പത്ത് ദാനം ചെയ്യുമ്പോൾ, ആളുകൾക്ക് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ വായിക്കുമ്പോൾ, ഖുർആൻ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കണ വി ആർ ഗെറ്റിംഗ് ക്ലോസർ ടു ദാറ്റ് പ്രോമിസ്. ചുറ്റുള്ളവർക്ക് നമ്മളൊരു വികൃത ജീവിയായിട്ട് തോന്നാം. ഇവൻ എന്തിനാ ഈ
ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളൊക്കെ ഇല്ല, ഇതൊക്കെ ഉണ്ടായിട്ടും ഇവനൊക്കെ അതിൽ നിന്ന് മാറിയിട്ട് എന്തിനായി നോമ്പെടുക്കുന്ന, എന്തിനായി നിസ്കരിക്കണ അല്ലെ? ഇപ്പൊ നമ്മളോട് നവനാസ്തികരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. എന്തിനാ ഇവരിങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്നോ സംഭവിക്കാൻ പോകുന്ന ഒരു സ്വർഗത്തിന് വേണ്ടി. പക്ഷെ നമ്മൾ പറയുന്നു അവരോട്, ഇന്നി അലമു മിനല്ലാഹി മാലാ തഅലമൂൻ, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സന്തോഷത്തിൽ ജീവിക്കണ്. ഏതുപോലെ ആ ബാങ്ക്രപ്റ്റ് ആയ മനുഷ്യൻ ഒരു മാസം ആ ലെറ്ററിനെ കുറിച്ച് സ്വപ്നത്തിൽ ജീവിക്കുന്നത് പോലെ നമ്മൾ ഒരു ആയുസ് 70 വയസ്സ്, 80 വയസ്സ്, അല്ല 40 വയസ്സ്, 30 വയസ്സ് വരെ എത്രയാണോ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ആയുസ്, ആ ആയുസ് വരെ നമ്മൾ ജീവിക്കുന്നത് ഇന്നി അലമു മിനല്ലാഹി മാലാ തഅലമൂൻ, നിങ്ങൾക്കൊന്നും അറിയാത്ത കാര്യങ്ങൾ എനിക്ക് അള്ളാഹുവിനറിയാം. അള്ളാഹു മതി എനിക്ക്, ഹസ്ബുൻ അല്ലാഹ് വനിഅമൽ വക്കീൽ വനിഅമൻ നസീർ, എന്റെ എല്ലാ കാര്യങ്ങളും അവന് വരമേൽപ്പിച്ചു. അപ്പൊ നമ്മൾക്ക് ചുറ്റുള്ളവർ ഒരു പക്ഷെ നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടാകും, ഇവൻ എങ്ങനെയാ ഇതൊക്കെ സാധിക്കണമെന്ന്. പക്ഷെ അവരോട് നമുക്ക് പറയുന്നത്, നിങ്ങൾക്ക് അള്ളാനെ മനസ്സിലായിട്ടില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ റിലീഫ് നിങ്ങൾക്കും കിട്ടുമായിരുന്നു, ഈ സന്തോഷം നിങ്ങൾക്കും കിട്ടുമായിരുന്നു. നമ്മൾ ജോലി നഷ്ടപ്പെട്ടാലോ, നമുക്ക് അസുഖം ബാധിച്ചാലോ, നമ്മുടെ ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചാലോ, നമ്മുടെ മാരേജ് പ്രശ്നത്തിലായാലോ, എന്തോ ഏതൊക്കെ കറ്റാസ്ട്രോഫി അതിന്റെ ഏറ്റവും ഭീകരമായ രൂപത്തിലും ഏറ്റവും കൈപ്പേറിയ രൂപത്തിൽ നമുക്ക് വന്നാലും നമ്മൾ അള്ളാഹിനെ അനുസരിച്ചു കൊണ്ടേയിരിക്കും, അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. വഅ്തസിമൂ ബില്ലാഹ്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നു, ഓരോ ദിവസം കഴിയും തോറും അള്ളാഹു നമുക്ക് പ്രോമിസ് ചെയ്ത ആ സ്വർഗത്തിലേക്ക്, ആ മഗ്ഫിറത്തിലേക്ക് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് അടുത്തുകൊണ്ടിരിക്കണം. ഏതുപോലെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഈജിപ്തിലേക്ക് യൂസുഫിനെ കുറിച്ചുള്ള പ്രതീക്ഷയിൽ ആ ഷർട്ട് മാറത്തടുക്കി പിടിച്ച് ഇങ്ങനെ നടന്ന് നടന്നു പോകുമ്പോൾ, ഓരോ ഈജിപ്തിലേക്ക് ഓരോ വഴി നടക്കുമ്പോഴും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ മനസ്സിലുള്ള വിചാരം എന്താ? ഇപ്പൊ എന്റെ മോനെ കാണാം, ഇപ്പൊ എന്റെ മോനെ കാണാം. അടുത്ത നിമിഷം നമ്മളും സ്വർഗത്തെ കാണാം, അള്ളാഹുവിനെ കാണാം, അവന്റെ പാപമോചനം ലഭിക്കാം. മറ്റുള്ളവർ എന്നോട് എന്ത് ചെയ്യുന്നു അതൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവരോട് എന്നോട് എന്ത് ചെയ്തോട്ടെ, മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറിക്കോട്ടെ, പക്ഷെ ഐ കൺട്രോൾ മൈ റിലേഷൻഷിപ്പ് വിത്ത് അള്ളാഹ്. അള്ളാഹുമായിട്ടുള്ള എന്റെ ബന്ധത്തെ ഞാൻ കൺട്രോൾ ചെയ്യുന്നു. സോ മൈ ഹേർട്ട് ഈസ് അറ്റ് പീസ്. ഞാൻ സമാധാനത്തിലാണ്, സന്തോഷത്തിലാണ്. ഔട്ടർ ഔട്ടർ വേൾഡില്, എന്റെ ഔട്ടർ എൻവയൺമെന്റില് എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ഇന്നറില് ഞാൻ ഹാപ്പിയാണ്. മഴ പെയ്തോട്ടെ, വെള്ളപ്പൊക്കം ഉണ്ടാവട്ടെ, ലാൻഡ് സ്ലൈഡ് വരട്ടെ, ഏത് ദുരിതം വരട്ടെ, ഏത് കഷ്ടപ്പാട് വരട്ടെ, ഐ ആം സ്റ്റിൽ ഹാപ്പി ബിക്കോസ് ഐ ഹാവ് മൈ ക്ലോസ് കണക്ഷൻ വിത്ത് അള്ളാഹ്. ഇന്നി അലമു മിനല്ലാഹി മാലാ തഅലമൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഈമാനിന്റെ സുഗന്ധം മനസ്സിൽ അനുഭവിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള കണക്ഷൻ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ മാധുര്യം ആസ്വദിക്കുകയും അതിന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.